ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മറ്റൊരു മാച്ച് ഡേയിൽ ഈ സീസണിലെ ആദ്യ ഡബിൾ ഹെഡർ ഡേയിൽ ഞാൻ നിങ്ങളെ ഏവരെയും ലെറ്റ്സ് ഫുട്ബോൾ എന്ന ISL സ്പെഷ്യൽ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഹബീബ് അഷ്റഫ്, എന്നോടൊപ്പം മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ജോ പോളഞ്ചേരി, സൂപ്പർ കമന്റേറ്റർ ഷൈജു ദാമോദരൻ. ഇന്ന് 2 മത്സരങ്ങളാണുള്ളത്. ആദ്യ മത്സരം ഒഡീഷ FC vs ചെന്നൈയിൻ FC മത്സരം. ഈ ഒരു മത്സരത്തെ പറ്റി പറയുമ്പോൾ തീർച്ചയായും കോച്ചുമാരുടെ പോരാട്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ISLലെ 2 സക്സസ്ഫുൾ കോച്ചുമാർ, സെർജിയോ ലൊബേറ അതുപോലെ ഓവൻ കോയൽ, ഈ 2 പരിശീലകരുടെ പോരാട്ടമാണ്. ISL ഏറ്റവും ഒരു സക്സസ് കണ്ടെത്തിയ പരിശീലകനാണ് ലൊബേറ. ISL കിരീടവും ഷീൽഡും ഒക്കെ സ്വന്തമാക്കിയ പരിശീലകൻ. അതിനോടൊപ്പം ഓവൻ കോയൽ ചെന്നൈയിൻ FCയോടൊപ്പം ഇതിനു മുമ്പ് ഒരു മികച്ച സീസൺ ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഷീൽഡ് വിൻ ചെയ്യുന്ന രീതിയിലേക്ക് ജംഷഡ്പൂർ FCയേക്ക് എത്തിക്കാൻ സാധിച്ചു. നമുക്ക് കാണാം 2 പരിശീലകർ, 2 സൂപ്പർ പരിശീലകർ തമ്മിൽ ഇന്ന് കലിംഗ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുകയാണ്. ചെന്നൈയിൻ FC വേഴ്സസ് ഒഡീഷ FC. അതെ, 2 കോച്ചുമാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2 പേരും ഒരുപാട് ഇന്ത്യൻ പ്ലേയേഴ്സിനെ കുറിച്ച് അറിയുന്ന കോച്ചുകളാണ്. അത് തന്നെ ലൊബേറ, അതുപോലെ തന്നെ ഓവൻ കോയലും. ഓവൻ കോയൽ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു ചെന്നൈയിൻ FCയിലേക്ക്. അതുപോലെ ലൊബേറോ ഒഡീഷ FCയിലേക്കും വന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് 2 ടീമുകളും ഇന്ന് ഇറങ്ങാനിരിക്കുന്നത്. നമുക്ക് കാണാം അമരീന്ദർ, ഒഡീഷ FCയുടെ അമരീന്ദർ ആണത്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോച്ച് ലൊബേറ, ഒഡീഷ FC. സെർജിയോ ലൊബേറ എന്ന പരിശീലകൻ നമുക്ക് കാണാം ഇപ്പോൾ ISLൽ അദ്ദേഹം FC ഗോവയിൽ വന്ന് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ്, ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ നമുക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കീഴിൽ ആ ഒരു ടീമുകൾ കളിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഗോവയാണെങ്കിലും മുംബൈ സിറ്റി FC ആണെങ്കിലും ആ ഒരു പ്രകടനം അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ നടത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെ ഷൈജോട്ടെ, ഈ ലൊബേറയുടെ ഒരു ഫിലോസഫി എപ്പോഴും ഫുട്ബോൾ ആരാധകർക്ക് ഇഷ്ടമുള്ളതല്ലേ? തീർച്ചയായിട്ടും ലൊബേറയുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എന്താ പറയുക, ഒരു പാസിംഗ് ഡോമിനൻ്റ് ഗെയിം അല്ലെങ്കിൽ ഒരു പൊസഷൻ ഡോമിനൻ്റ് ഗെയിമാണ് സെർജിയോ ലൊബേറയുടെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫുട്ബോളാണ് അദ്ദേഹം ഈ കഴിഞ്ഞ കാലത്തൊക്കെ, അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇന്ത്യൻ ഫുട്ബോളിൽ ISL കാഴ്ചവെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഈ ISLലെ മത്സരങ്ങളുടെ വിജയ ശതമാനം എടുത്തു നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കളിച്ച മത്സരങ്ങളും അല്ലെങ്കിൽ പരിശീലിപ്പിച്ച മത്സരങ്ങളും നേടിയ വിജയങ്ങളും കണക്കിലെടുത്താൽ ഏറ്റവും കൂടുതൽ, അത് ഡെസ് ബെക്കിംഗ്ഹാമിന് പുറകിൽ 2ാം സ്ഥാനത്താണ് സെർജിയോ ലൊബേറയുടെ കണക്കുകൾ. സോ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിശീലകൻ കൂടിയായ സെർജിയോ ലൊബേറ വീണ്ടും ISLലേക്ക് മടങ്ങി വരുന്നത്, അതും ഒഡീഷ FCയിലൂടെ മടങ്ങി വരുന്നത് തീർച്ചയായിട്ടും ഈ ISLന്റെ 10ാം സീസണിലെ ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതി അത് തന്നെയാണ്, ലൊബേറാസ് കംബാക്ക്. ഏതായാലും മികച്ച ട്രാൻസ്ഫറുകൾ, അതും ലൊബേറയുടെ ഇഷ്ടപ്പെട്ട താരങ്ങൾ മൊർത്തദോ ഫോൾ, അഹമ്മദ് ജാഹു, സൈ ഗൊഡാഡ്, ഇവരൊക്കെ ലൊബേറയ്ക്കൊപ്പം കളിച്ചിട്ടുള്ള താരങ്ങളാണ്. അവരെ ഒഡീഷ FCയിലേക്കും കൊണ്ടുവരുന്നു. അതുപോലെ ISLൽ എക്സ്പീരിയൻസ് ഉള്ള റോയ് കൃഷ്ണ, അതുപോലെ ഡീഗോ മൊറീഷ്യയെ നിലനിർത്താൻ സാധിച്ചു. കാർലോസ് ഡെൽഗാഡോ എന്ന ഒഡീഷ FCയുടെ കഴിഞ്ഞ സീസണിലെ ഒരു താരവും ഉണ്ട്. ഏതായാലും ഒഡീഷ FCയുടെ പ്ലേയിങ് 11 നമുക്ക് കാണാം. മികച്ച ആ ഒരു നിര തന്നെയുണ്ട്. അമരീന്ദർ സിംഗ് ഗോൾ കീപ്പർ. എങ്ങനെയുണ്ട് ജോപ്പളേട്ട? അതെ, നമുക്ക് കാണാൻ സാധിക്കുന്നത് അമരീന്ദർ സിംഗ് ആണ്. അമയ് റണവാഡെ, മൊർത്താദ ഫോൾ, കാർലോസ് ഡെൽഗാഡോ, ജെറി, അഹമ്മദ് ജാഹു, ലെനി റോഡ്രിഗസ്, ജെറി, അതുപോലെ തന്നെ പുഠ്യ ഐസക് ആൻഡ് റോയ് കൃഷ്ണ. ഇന്നത്തെ ഫസ്റ്റ് ലെവനാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോൾ, ഡിഗോ, കൊദാദ്, സുസൈരാജ്, തോയ, ക്രിസന്റൻ റിപ്പോളോ, ലാൽദിൻഡിന ആൻഡ് സാഹിൽ പൻവാർ. ഇതാണ് ഒഡീഷ FCയുടെ പ്ലേയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒഡീഷ FCയുടെ. അതെ, ഈ സീസണിൽ തിരിച്ചെത്തിയ സൈ ഗൊഡാഡ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് തിരിച്ചെത്തുകയാണ്. അദ്ദേഹം മുംബൈ സിറ്റി FCയോടൊപ്പം കളിച്ച താരമാണ്. അഹമ്മദ് ജാഹു ISL കണ്ട മികച്ച ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിൽ ഒരാളാണ്, ഒരു ഡീപ്പ് ലൈൻ പ്ലേ മേക്കറാണ്. ലൊബേറ എന്നും ഒരു വിശ്വസ്തത, അല്ലെങ്കിൽ വളരെ ലൊബേറയുടെ വിശ്വസ്തനായിട്ടുള്ളൊരു താരം തന്നെയാണ് അഹമ്മദ് ജാഹു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഏതായാലും ലൊബേറ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് എത്തുന്നത് ഒഡീഷ FCയിലൂടെയാണ്. ഷൈജോട്ട, ഒഡീഷ FCയുടെ ഒരു 11 തീർച്ചയായിട്ടും നമുക്ക് നോക്കുമ്പം മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ തന്നെ വിശ്വസ്തരായിട്ടുള്ള പല താരങ്ങളും അടങ്ങുന്ന ഒരു നിര തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും മർത്തദ ഫോളും അഹമ്മദ് ജാഹുവും
ഗോവ മുതൽ FC ഗോവയിൽ കളിച്ചിരുന്ന കാലം മുതൽ ലൊബേറയുടെ വിശ്വസ്തരായിട്ടുള്ള പ്ലെയേഴ്സായിരുന്നു. അവർ രണ്ടുപേരെയും ശരിക്കും പറഞ്ഞാൽ മുംബൈയിൽ നിന്നും ലൊബേറ കൊണ്ടുവരുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ISLകളിലെ മടങ്ങിവരവിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ രണ്ടുപേരെയും ഒഡീഷയിലേക്ക് കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ഇത്. ഇങ്ങനെ തന്നെയാണ് ഒഡീഷയുടെ ഫസ്റ്റ് മാച്ച് മുതൽ അവർ രണ്ടുപേരും സ്റ്റാർട്ടിംഗ് 11 കാരണം ബിക്കോസ് ലൊബേറയുടെ ഒരു ഓൾ ടൈം ഒരു ഫസ്റ്റ് 11 ഫിക്സ് ആണ് അവർ രണ്ടുപേരും. അതുകൊണ്ട് ലൊബേറയാണ് കോച്ചെങ്കിൽ മൊർത്താദ ഫോളും ജാഹുവും ഫസ്റ്റ് 11 കളിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമില്ലായിരുന്നു. അതേപോലെ തന്നെയാണ് 11 കാണുമ്പോൾ മൊർത്താദ ഫോൾ അദ്ദേഹത്തിൻ്റെ 100ാമത്തെ ISL മത്സരം കൂടിയാണ്. അപ്പോൾ ആള് ഇന്നത്തെ മത്സരത്തിലൂടെ അദ്ദേഹം 100 ISL മത്സരങ്ങൾ തികയ്ക്കുകയാണ്. ജാഹു ഓൾറെഡി 100 കംപ്ലീറ്റ് ചെയ്ത പ്ലെയറാണ്. സോ ജാഹു ആ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ സെൻട്രൽ മിഡ്ഫീൽഡിൽ നിൽക്കുകയും തൊട്ട് മുന്നിൽ സെൻട്രൽ ബാക്ക് സ്ഥാനത്ത് മൊർത്താദ ഫോൾ കളിക്കുകയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. പിന്നെ അമേറാണ് അവിടെ ഫുൾ ബാക്ക് സ്ഥാനത്ത്. അമയും ജെറി ലാൽഡിൻസുവാലയുമാണ്. ജെറി പഴയ ചെന്നൈയിൻ പ്ലെയറാണ്. അമൈ പഴയ മുംബൈ പ്ലെയറാണ്. മുംബൈയിൽ ലൊബേറ 2000 സമയത്ത് മുതൽ കളിച്ച പ്ലെയറാണ്. നല്ല ടീമാണ്. ലെനി റോഡ്രിഗസും ജാഹുവുമാണ് സെൻട്രൽ മിഡ്ഫീൽഡിൽ. ക്യൂട്ടിയ തൊട്ട് മുന്നിൽ പ്ലേ മേക്കറായിട്ട് കളിക്കുമ്പോൾ റോയ് കൃഷ്ണ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയേണ്ട റോയ് കൃഷ്ണയുടെ സ്ട്രൈക്കിങ്ങിൽ റോയ് കൃഷ്ണ വരുന്നതാണ്. ബംഗളൂരുവിൽ നിന്ന് ഒഡീഷ കൊണ്ടുവന്ന റോയ് കൃഷ്ണ ഒരുപാട് ISL എക്സ്പോഷറുള്ള റോയ് കൃഷ്ണ ഈസ് കമ്മിങ് ബാക്ക്. ഒഡീഷയിലൂടെ റോയ് കൃഷ്ണയെ കാണാം നമുക്ക്. ഏതായാലും ഫാൻറ്റസി ലീഗിനെ കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് fantasy.indiansuperleague.com പോയി കഴിഞ്ഞാൽ ISLൻ്റെ ഫാൻറ്റസി ലീഗ് കളിക്കാം. എല്ലാവരും കളിക്കുക. ഒരുപാട് സമ്മാനങ്ങളും ഉണ്ട് കേട്ടോ. 22 ആഴ്ചയിലും സമ്മാനങ്ങളുണ്ട്. Sergio, great to see you back in India. What was the draw, and in particular going to Odisha? I am very happy. I am very excited to be here, to be part of this family in terms of the club, in terms of the league. It's my 5th year in ISL in this moment, and I am very excited and looking forward to start the season. You trust certain players that you take to different clubs with yourself, like Ahmad Jahu and Matada Fall. How important are they for you at Odisha this season? It's important, when you need to work in a new club, building a new team. If you have players who worked before with me, it's easier, it's helpful to try to implement my style of play, my idea, my philosophy. And also, the players as players and as persons. And I think it's very important to build a very good team and also a very good group, because we are a family. During the season there are good moments, bad moments, and we need to be together. And also the personal profile is very important for me. Sergio, you mentioned the philosophy and the style of play. Will we see what we saw before with your teams, the same style? No, I believe in this kind of football. I think as a coach, you need to transmit to the players my idea. And I believe in this kind of football. I want to win, obviously. Everyone wants to win. We are professionals. But also, I want the people, it's possible to enjoy watching our games, and our supporters are happy during 90 minutes, not only at the end of the game. Sergio, brilliant that you're back here in India. Thank you very much for your time. All the best for the game. Thank you so much. ഏതായാലും ഒഡീഷ FC എന്ന് പറയുന്ന ടീമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ സെർജിയോ ലൊബേറ എന്ന പരിശീലകൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ ചെന്നൈയിൻ FC എന്ന ടീമിനെ പറ്റി പറയുമ്പോൾ ഓവൻ ഗോയൽ എന്ന പരിശീലകനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഇപ്പം ജോപ്പളേട്ട ഈ ലൊബേറ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു പരിശീലകനാണെങ്കിൽ ഓവൻ ഗോയലിലേക്ക് വരുമ്പോൾ അദ്ദേഹം എപ്പോഴും റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ, ഇപ്പം ചെന്നൈയിൽ ആദ്യ സീസണിൽ വന്നു തകർന്നു കിടന്ന ചെന്നൈയെ മുന്നോട്ട് നയിച്ചു. അതുപോലെ ജംഷഡ്പൂർ FCയും നമ്മൾ അത് കണ്ടതാണല്ലേ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് ചെന്നൈയിൽ വരുമ്പോൾ അവസാന സ്ഥാനക്കാരായിരുന്നു ഓവൻ കോയിൽ ടീം ഏറ്റെടുക്കുമ്പോൾ. പക്ഷേ ആ ടീമിനെ ഫൈനൽ വരെ കളിപ്പിച്ചു. 80K ഫൈനലിൽ തോറ്റു. അതിനുശേഷം ലീഗ് ഷീൽഡ് നേടിക്കൊടുത്തിരിക്കുന്നു ജംഷഡ്പൂർ FCക്ക്. ഒരുപാട് എക്സ്പീരിയൻസ്. അത് നമുക്ക് ഇവിടെ മാത്രമല്ല, നമുക്കറിയാം ഓവൻ കോയിൽ ഇംഗ്ലണ്ടിൽ ഒരുവിധം ടീമിനൊക്കെ കോച്ച് ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഇന്ത്യയിലേക്ക് വന്നത്. നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഓവൻ കോയിലിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ വർഷം നോക്കുക, വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അതുപോലെ അതായത് ഏതൊക്കെ ടീമുണ്ടോ ആ പ്ലെയേഴ്സിനെ കറക്റ്റായിട്ട് പൊസിഷനിലേക്ക് കളിപ്പിക്കാനുള്ളൊരു കഴിവ് ഓവൻ കോയിലിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും. അത് തന്നെയാണ് അവർ ഓവൻ കോയിലിൻ്റെ ടീമിൽ തന്നെ നോക്കാം. ഇപ്പോൾ ജംഷഡ്പൂരിൽ കളിച്ച 2-3 പ്ലെയേഴ്സ് കൊണ്ടുവന്നു. അതുപോലെ പഴയ ചെന്നൈയിൻ FC പ്ലെയേഴ്സുകളുണ്ട്. അവരെടുത്ത് പറയേണ്ടത് എനിക്ക് തോന്നുന്നു ക്രിവിലാറോ അവരെ മെയിൻ പ്ലെയറായിട്ട് മാറുകയാണ് വീണ്ടും. ക്രിവിലാർ തന്നെയാണ് അവിടെ ചെന്നൈയിൻ FCയുടെ മിഡ്ഫീൽഡ് ശരിക്കും നിയന്ത്രിക്കുക എന്നുള്ളത്. ഓവൻ കോയിലിൻ്റെ എല്ലാ കളിയും നോക്കുക. ഓവൻ കോയിലിൻ്റെ ചെന്നൈയിൽ 2019-2020 ചെന്നൈയിൻ FCയിലായിരുന്നു. അതിനുശേഷം വീണ്ടും ജംഷഡ്പൂരിലേക്കാണ് പോയത്. അതുപോലെ ഇപ്പം നേരത്തെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഓവൻ കോയിൽ ഒരുപാട്
അതെ, ചെന്നൈയിൻ എഫ് സി നടത്തിയ ട്രാൻസ്ഫർ റാഫേൽ ക്രിവല്ലാറോ ഒരു മികച്ച അഡീഷൻ തന്നെയാണ്. അവരുടെ ഒരു പ്ലേ മേക്കർ എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുള്ളതാണ്. ഷൈജോട്ട, ഈ അവരുടെ സൈനിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, ട്രാൻസ്ഫേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സുപരിചിതരായിട്ടുള്ള താരങ്ങളെ തന്നെയാണ് എത്തിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാകും. ISL-ലാണെങ്കിലും അദ്ദേഹം പുറത്ത് പരിശീലിപ്പിച്ചപ്പോഴാണെങ്കിലും ഒക്കെ. തീർച്ചയായിട്ടും. കാരണം റാഫേൽ ക്രിവല്ലാറോയുടെ ചെന്നൈയിൽ കഴിഞ്ഞ സീസണിൻ്റെ ഒരു അവസാനം മുതൽ അദ്ദേഹം ഉണ്ടെങ്കിൽ പോലും ഇത് ശരിക്കും പറഞ്ഞ ഒരു കമ്മിങ് ബാക്ക് ആണെന്ന് തന്നെ പറയാം. കാരണം ക്രിവല്ലാറോ ചെന്നൈയിൽ കളിച്ചിരുന്ന സമയത്താണ് റാഫേലിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് മുഴുവൻ ISL-ൽ കണ്ടിരിക്കുന്നത്. ഒരു സുന്ദരമായൊരു ഗോള് നമ്മൾ കണ്ടിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് എവർ ഗോൾ എന്ന് സെൻട്രൽ ലൈനിൽ നിന്ന് അടിച്ചൊരു ഗോൾ ഞാൻ ഇപ്പോഴും എനിക്കൊന്ന് നോർത്ത് ഈസ്റ്റിനെതിരാന്ന് തോന്നുന്നു. അത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ISL ആണ്. സോ റാഫേൽ ക്രിവല്ലാറോ എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ പ്ലേ മേക്കർ, ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ, അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും എന്താ പറയുക ഉപയോഗിക്കപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെന്നൈയുടെ ലൈനപ്പ് നമുക്ക് നോക്കാം. സമിക് മിത്ര ഗോൾ പോസ്റ്റിൽ, അങ്കിതും വികാസ് യുമ്നാമും, പുതിയ പ്ലെയർ ലാസർ സിർക്കോവിച്ച് സെർബിയൻ അത് സെൻറ്റർ ബാക്ക്, അതുപോലെ ആകാശ് സാങ്വാൻ, വൺ ഓഫ് ദ ബെസ്റ്റ് ലെഫ്റ്റ് ഫുൾ ബാക്സ് ഇൻ ഇന്ത്യ. ആകാശ് സാങ്വാൻ ഡിഫൻസ് അതാണ്. 4-2-3-1 ആണ് കളിക്കുന്നത്. അർജന്റൈൻ പ്ലെയർ ക്രിസ്ത്യൻ ബട്ടോഷ്യോ, ജിതേശ്വർ സിംഗ് എന്നിവരാണ് ആ രണ്ട് ഹോൾഡിംഗ് ആയിട്ട് കളിക്കുക. ഫ്രണ്ടിൽ ക്രിവല്ലാറോ പ്ലെയർ മേക്കറെ കളിക്കും. അതേപോലെ ഫറൂഖ് ചൗധരിയും ആയുഷ് അധികാരി, പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് താരം, അവരാണ് വിങ്ങിൽ കളിക്കുക. അതേപോലെ കോണർ ഷീൽഡ്സ് എന്ന് പറയുന്ന പുതിയ പ്ലെയർ, അതായത് ചെന്നൈ കോണർ ഷീൽഡ്സ് എന്ന് പറയുന്ന സ്കോട്ടിഷ് പ്ലെയർ ആണ് ഫോർവേഡായി കളിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പവൻ കോയിൽ എന്ന തന്ത്രശാലിയായ പരിശീലകനിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്താണ് പ്രതീക്ഷകൾ? I mean, great to see you back here in India. What brought you back? I know obviously you've taken on the role at Chennai, but what were the reasons for coming back? Yeah, listen, first and foremost, I'm delighted to be back. The league's getting better every year. Obviously, yourselves with the coverage, it helps everybody, and obviously it gives a high profile. But I've had such enjoyable times, you know, and both at Chennaiyin and Jamshedpur, when obviously Vitamam and Abhishek came on the phone, because it was my intention to take a little rest, if truth be told, because I've been obviously, as you know, many years at it. But, you know, Chennaiyin always did a special place, pulled on the heartstrings, and delighted to be back. Big challenge with a different... Yeah, I'm just saying it's a big challenge, but we're looking forward to it. I mean, it's a younger squad that you've got this time that you're going to have to mould. Is that what the challenge is for you? A real test? Yeah, absolutely. Listen, Chennaiyin have had some wonderful players down the years, as you know, Vishal, Shanti, Tapa, and that team couldn't make the playoffs. So we're under no illusions how difficult the task is, but we're excited about these young players. We're excited to continue, develop, and bring them on and find the next Tapa, the next Shanti. So we're looking to be competitive, we're looking to toe-to-toe, and obviously our aim, like everybody else, is to be on those playoffs to fight out for the big prizes at the end of the season. So how tough is it going to be, particularly tonight, when you're coming up against Sergio Lobera, who's won the trophy as well before? A tough test to start the season. Yeah, it is. I mean, Sergio, as you know, has been a champion in the country like myself. I would suggest that, you know, what we did at Jamshedpur with a budget and a club that had never been in the playoffs, I don't know if that'll ever be achieved with such a smallish club. But we're coming up against it. Not only is he a good coach, he's a really good man. His teams play good attacking football. They've got good players. They've invested heavily in their squad. Good luck to them. But for us, it's important that we show our qualities. And I've got no doubts, the longer the season goes, because we've got our group together quite late, if truth be told, with Lazar and big Ryan Edwards coming in. But those are the two I wanted, so I can't think to persevere to get them in. But we know the longer we work, the more we work together, as my team's always showed, the stronger we get. But we want to make a good start, and we think if we're at our best today, we can win this game. And we will certainly look, as you know, going out to do that. We never ever come to sit in. We come out to be on the front foot and try and win games, and that's what we'll do. Always great to chat, Owen. All the best for today and the season. Brilliant, mate. It's lovely chatting with you, pal. Take care. Love the beard. ഇനി നമുക്ക് ചെന്നൈയിൻ എഫ് സിയുടെ ഒരു ഫോർമേഷൻ നോക്കുമ്പോൾ ഒരുപാട് യുവതാരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ആദ്യ 11-ൽ ജോപ്പുള്ളത്. അപ്പം സാമിക് ആണെങ്കിലും ഗോൾ കീപ്പറായിട്ട്, അതുപോലെ വികാസ് യുമ്നാം, ജിതേശ്വർ സിംഗ്, അങ്ങനെ യങ്സ്റ്റേഴ്സൊക്കെ അടങ്ങുന്ന ഒരു 11 അല്ലേ? തീർച്ചയായിട്ടും. അത് അങ്കിത് മുഖർജി വന്നു, അതുപോലെ വികാസ് യുമ്നം, സിർക്കോവിച്ച്, ആകാശ് വാങ്വാൻ, രണ്ട് ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സായിട്ട് കാണാൻ സാധിക്കുന്നത് ബറ്റച്ചിയും അതുപോലെ ജിതേശ്വറാണ്. അറ്റാക്കിനെ നോക്കുകയാണെങ്കിൽ ആയുഷ് അധികാരി, റാഫേൽ ക്രിവല്ലാറോ, ഫറൂഖ്, അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു കോർണർ ഷീൽഡാണ് അവർ മേലേക്ക് നിൽക്കുന്നത്, അത് സ്ട്രൈക്കിംഗായിട്ട്. പക്ഷേ നല്ലൊരു ടീമിനാണ്. അതായത് ഓവൻ കോയിലിനെ, അതായത് ISL തുടക്ക മാച്ചാണ്
അതുകൊണ്ട് തന്നെ കെവിലാറോ എന്നൊരു പ്ലെയറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. കാരണം കെവിലാറോയാണ് കഴിഞ്ഞ ഓവൻ കോയിലിൻ്റെ കാലത്ത് കറക്റ്റായിട്ട് ആ ടീമിനെ കൊണ്ടുവന്നത്. അത് തന്നെയായിരിക്കും ഇന്നും അതുപോലെ തന്നെ ഇറക്കിയിരിക്കുന്നത്. മികച്ചൊരു ടീമിനെ തന്നെ ഇറക്കിയിരിക്കുന്നു ഓവൻ കോയിൽ. അതെ, ഉറപ്പായിട്ടും നമുക്കത് പറയാൻ സാധിക്കും. പിന്നെ ഇപ്പം ആയുഷ് അധികാരി ഒരു അറ്റാക്കിംഗ് പ്ലെയർ റോളിൽ കളിക്കുന്നു, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു വിങ്ങർ റോളിൽ കളിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കേപ്പബിലിറ്റിയൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും അടുത്ത മത്സരം മോഹൻ ബഗാൻ സൂപ്പർ ജയൻ വേഴ്സസ് പഞ്ചാബ് FC 8 മണിക്ക് നടക്കുന്ന മത്സരം കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ഈ ഒരു മത്സരത്തെ പറ്റി നമുക്ക് വിശേഷിപ്പിക്കേണ്ടത് 2 ചാമ്പ്യന്മാരുടെ പോരാട്ടമാണ്. ഷൈജോട്ട, ഐ ലീഗ് ചാമ്പ്യന്മാരും അതുപോലെ ISL ചാമ്പ്യന്മാരുടെയും ഒരു പോരാട്ടത്തിനാണ് ഇന്ന് നമ്മൾ കൊൽക്കത്ത വേദിയാകുന്നത്. തീർച്ചയായിട്ടും 2 ചാമ്പ്യന്മാരെന്ന് പറയുമ്പോൾ ദാവീദും ഗോലിയാത്തും കൂടെ അങ്ങനെ കൂടെ കൂട്ടിച്ചേർക്കണം. കാരണം വെച്ചാൽ ISL ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ വേറെ ഒരു കൾട്ട് ഫിഗർ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ആദ്യ മാച്ചിൽ തന്നെ പഞ്ചാബിന് ഐ ലീഗ് ചാമ്പ്യന്മാരെന്ന നിലയിൽ ISLലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട് വന്ന പഞ്ചാബിന് ഫസ്റ്റ് മാച്ച് തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റിനെ തന്നെ ആദ്യം കിട്ടി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഇങ്ങനെ വേണം ശരിക്കും. ഐ ലീഗ് ചാമ്പ്യന്മാരെ ഫസ്റ്റ് മാച്ച് തന്നെ ISL ചാമ്പ്യന്മാർക്ക് ഫസ്റ്റ് ഫിക്സർ കൊടുക്കുന്നത് തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഇതിലറിയാം നമുക്ക്. കാരണം യഥാർത്ഥ ഒരു മാറ്റുരച്ച് നോക്കലെന്നൊക്കെ പറയില്ലേ, അത് ഇപ്പം നമുക്ക് അറിയാൻ പറ്റും. കാരണം വെച്ചാൽ അതല്ലാതെ കഴിഞ്ഞ വർഷത്തെ 10ാം സ്ഥാനക്കാരും ഐ ലീഗ് ചാമ്പ്യന്മാരും തമ്മിൽ കളിക്കേണ്ട, ISL ചാമ്പ്യന്മാർ ഐ ലീഗ് ചാമ്പ്യന്മാർ ദേ കിടക്കണം ഫസ്റ്റ് ഫിക്സർ അത് തന്നെ. ഇപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിലറിയാം, തീപ്പള്ളിക്ക് ഇങ്ങനെ ഉരച്ചു നോക്കിയാൽ അറിയാം കത്തും ഇല്ലയെന്ന് അറിയാം. എന്തായാലും പഞ്ചാബിൻ്റെ ട്രാൻസ്ഫേഴ്സിൻ്റെ ഗംഭീര ടീമാണ് കേട്ടോ. വിൽമർ ഗിൽ അതുപോലെ യുവാൻ മേറ. അപ്പം വിൽമർ ഗില്ലിനെ പറ്റി പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി ലാസ്റ്റ് സീസണിൽ മികച്ച പ്രകടനം നടത്തി. അതുപോലെ മാതി തലാൽ എന്ന് പറയുന്ന ഫ്രഞ്ച് താരം ലൂക്ക മേച്ചൻ ലാസ്റ്റ് സീസണിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള താരമാണ്. അദ്ദേഹത്തെ പഞ്ചാബ് FC റിട്ടേൺ ചെയ്യുന്നു ഐ ലീഗിൽ നിന്ന് ISLലേക്ക് എത്തുമ്പോൾ. ഏതായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റിൻ്റെ പരിശീലകൻ കഴിഞ്ഞ സീസണിൽ അവരെ കിരീടത്തിലേക്ക് എത്തിച്ച പരിശീലകൻ തന്നെയാണ് യുവാൻ ഫെറാൻഡോ. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരു മികച്ച ടീമിനെ കൂടി കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി അഡീഷൻസ് കൂടിയൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് യുവാൻ ഫെറാൻഡോയുടെ കീഴിൽ ഈ ഒരു സീസൺ പ്രതീക്ഷ? ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടീം എന്ന് പറയേണ്ടത് മോഹൻ ബഗാൻ തന്നെയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റ് ആണ്. കാരണം നമുക്കറിയാം ഓൾറെഡി ഡൂറൻ്റ് കപ്പ് നേടിക്കഴിഞ്ഞു. അത് മാത്രമല്ല എല്ലാ പൊസിഷനിലേക്കും കറക്റ്റായിട്ടുള്ള പ്ലേയേഴ്സുകളാണ് യൂട്ടിലൈസ് ചെയ്തത്, കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു പ്ലെയർ മിസ്സായതാണ്. വളരെ ബെഞ്ച് സ്ട്രെങ്തോട് കൂടി തന്നെയാണ്. അതായത് ഈ വർഷവും കിരീടം നിലനിർത്താൻ എങ്ങനെ പറ്റുമെന്ന് നോക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ട്രാൻസ്ഫറിൽ നിന്ന് വളരെ നല്ല പ്ലെയേഴ്സിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, അനിൽ താപ്പയെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമ്മുടെ മലയാളി പ്ലെയർ സഹൽ, അതുപോലെ വരുന്നു അൻവർ അലി. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് 2 ഫോറിൻ പ്ലേയേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സഹൽ അബ്ദുൽ സമദാണ് ഇപ്പോൾ മിഡ്ഫീൽഡിൽ കളിക്കുന്നത് തന്നെ മെയിൻ പ്ലെയറായി മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജാസൻ കമ്മിങ്സ്, ഇതുപോലെ ഇവരൊക്കെ ഒരു സെറ്റായ ടീമായി മാറിയിരിക്കുകയാണ്. ജേസൺ കമ്മിൻസ് കഴിഞ്ഞ വേൾഡ് കപ്പ് കൂടി കളിച്ചുള്ള താരമാണ്. അതുപോലെ അർമാൻഡോ സാദിഖും മികച്ച താരം തന്നെയാണ്. We're at the iconic Salt Lake Stadium in Kolkata, the mecca of Indian football, hallowed grounds for all Indian football fans. I'm Supriya Singh and I've got Gaurav Gala of the ISL here with me. Gaurav, you've been with the ISL since its very inception. I'm sure back in the day there were a lot of difficult decisions that had to be made, but probably starting at this stadium as your first game was the easiest of decisions. Absolutely, one of the easiest decisions, Supriya. And just look at this stadium, right? It's an iconic stadium. We've had World Cup matches, under-17 matches here. We've had iconic matches in the past here. So it was really, a very easy decision to host the opening match of the ISL 10 years back in 2014 at this very stadium. And what a match that was, opening ceremony to match as well. And the performance of the home side that night, I still remember they beat Mumbai City FC 3-0. Spectacular goals. We couldn't have asked for anything better. And I think this city, given its association with football, the history, the legacy, you couldn't have had a better start
to the ISL than that opening match here, all those years ago. And every time I come to this stadium, to the Salt Lake Stadium, all the rich history, the legacy sort of comes with it. And, I have witnessed some absolutely fantastic matches here during my time with the ISL. And even before the ISL, I've been to this stadium and seen football. So it's always a pleasure sort of coming back here and watching football in Kolkata. Well, you know what? It's going to be an iconic match for more than one reason because, well, of course, Mohan Bagan with the ISL Cup last year, and then they go up against Punjab FC, the first team ever to be promoted to the ISL. How does that feel? Again, iconic. I mean, there has been criticism in the past that the ISL was a closed league. There was no sort of promotion, relegation. Promotion has now happened. You've got Punjab FC that have come through from the I-League into the ISL. That for me is absolutely fantastic. I think what that does is it provides a pathway. Right, it provides an example for other clubs that look, we can be in Division 2, we can be in the I-League, but we can now aspire to play in the ISL. And I think that is absolutely fantastic, not just for players, because obviously they want to play in the top tier of Indian football, but it's fantastic for the clubs as well. It gives them something to kind of aim for. They can see sort of light at the end of the tunnel in that sense. And what a fantastic moment it's going to be for Punjab FC as well to play their first ever match in the ISL. I, for one, am really, really looking forward to it. I'm sure the whole of North India should be looking forward to this because they are sort of like almost the sole representatives of North India in the ISL. Okay, it's been very nice speaking with you, Gaurav, and then let's go back to the podcast then. ഏതായാലും പുതുതായിട്ട് എത്തിയ ക്ലബ്ബായിട്ടുള്ള പഞ്ചാബ് എഫ് സിയുടെ താരങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. We want to see how competitive we can be against very strong and traditional power historical clubs of India. We're very happy that we succeeded in the club's plan, the club's vision. So can wait for the first match to come and we're excited. ये क्लब लास्ट सीज़न आई-लीग का चैम्पियन थे तो अभी ISL में एंट्री लिया है तो मीन्स सबके लिए अभी एक नया अपॉर्चुनिटी है और एक नया विज़न है और नया चैप्टर है. It's a lot of new guys, but it's also a lot of old guys from last year that already have this mindset, coaches' expectations and everything. We have a great mix of experience of Indian, foreigner, young, older players. My main motive of coming here is getting more game time and to prove myself. So I have kept a really high targets for myself. I think in the football, the most important is the next match that we have. So we have to start good, fight and give everything for try to start winning the 3 points. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ മത്സരങ്ങൾ നിങ്ങൾക്ക് ജിയോ സിനിമാസിലും സൂര്യ മൂവീസിലും കാണാം. ഏതായാലും സ്പെഷ്യൽ പ്രോഗ്രാമായ ലെറ്റ്സ് ഫുട്ബോൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഷൈജു ദാമോദരൻ, ജോപ്പോളഞ്ചേരി, ഞാൻ ഹബീബ് അഷ്റഫ്, സൈനിങ് ഓഫ്. ലെറ്റ്സ് ഫുട്ബോൾ.